ഇസ്രായേൽ അമേരിക്ക സൈനിക നീക്കത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടുവെന്ന വാർത്ത ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. ഖമനേയിയുടെ മകളും മരുമകനും പേരക്കുട്ടിയും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് വാർത്തകളും പുറത്തുവന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലും മരണം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഖമനേയിയുടെ മരണം ഇറാൻ സ്ഥിരീകരിക്കുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ രാഷ്ട്രീയ തലവനാണ് പരമോന്നത നേതാവ്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന മതരാഷ്ട്രീയ അധികാര സ്ഥാനമാണിത്. പ്രസിഡന്റിന് മുകളിലാണ് ഇറാനിൽ പരമോന്നത നേതാവിന്റെ സ്ഥാനം. ഇറാന്റെ ഭരണഘടന അനുസരിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പൊതുനയങ്ങൾ തീരുമാനിക്കുന്നത് പരമോന്നത നേതാവാണ്. അതുമാത്രമല്ല, രാജ്യത്തെ സംബന്ധിച്ചും വിദേശ നയങ്ങൾ സംബന്ധിച്ചുമെല്ലാമുള്ള അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് പരമോന്നത നേതാവ് തന്നെയാണ്. സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫ് പദവിയും പരമോന്നത നേതാവിന് സ്വന്തമാണ്. രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ സുരക്ഷാ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണങ്ങൾ, ജുഡീഷ്യൽ സംവിധാനം, ഔദ്യോഗിക വാർത്താ മാധ്യമങ്ങൾ എന്നിവയെല്ലാം പരമോന്നത നേതാവിന് കീഴിലാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ കമാൻഡറെ നിയമിക്കാനും പിരിച്ചുവിടാനും പരമോന്നത നേതാവിന് അധികാരമുണ്ട്. രാജ്യത്തിന്റെ അധികാരം നിയന്ത്രിക്കുന്ന ഗാർഡിയൻ കൗൺസിൽ ഉൾപ്പെടെ പ്രധാന സർക്കാർ സംവിധാനങ്ങളും പരമോന്നത നേതാവിന് കീഴിൽ തന്നെയാണ്. 40 വർഷത്തിലേറെയായി ഇറാന്റെ ആത്മീയ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പ്രധാന വ്യക്തിയാണ് ആയത്തുള്ള അലി ഖമനേയി. 1939 ഏപ്രിൽ 19 ജനിച്ച അദ്ദേഹം ഇറാനിലെ മഷ്ഹദിലും ഇറാഖിലെ നജാഫിലും മതപരിശീലനം നേടി. ഇറാനിലേക്ക് മടങ്ങിയ അദ്ദേഹം ഒടുവിൽ കോമിൽ സ്ഥിരതാമസമാക്കി. അവിടെ ആയത്തുള്ള ഹൊസൈൻ ബൊറൂജർദി പിൽക്കാലത്ത് പരമോന്നത നേതാവായി മാറിയ ആയത്തുള്ള റുഹുല്ല ഖുമൈനി തുടങ്ങിയ വ്യക്തികളുടെ കീഴിൽ പഠനം തുടർന്നു. 1960കളിലും 1970കളിലും റസ പഹ്ലവിക്കെതിരായ രഹസ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഇറാന്റെ രഹസ്യ പോലീസായ സവാക്ക് അദ്ദേഹത്തെ പലതവണ അറസ്റ്റ് ചെയ്യുകയും തടവറയിൽ മർദ്ദനത്തിന് ഇരയാക്കുകയും ചെയ്തു. ഇറാനെ അനുകൂലിക്കുന്ന സംഘടനകളെ ഒപ്പം നിർത്തിക്കൊണ്ട് പ്രാദേശിക ശൃംഖല കെട്ടിപ്പടുത്തുന്നതിന് പിന്നിൽ ഖമനേയിക്ക് ശക്തമായ പങ്കുണ്ട്. ലബനനിലെ ഹിസ്ബുള്ളയ്ക്കും യമനിലെ ഹൂതിക്കും ഇറാഖിലെയും സിറിയയിലെയും വിവിധ സായുധ സംഘങ്ങൾക്കും സാമ്പത്തിക സഹായവും ആയുധവും നൽകുന്നതിന്റെ പേരിൽ ഇറാനും ഖമനേയും ചിലരാൽ സ്വീകാര്യരാവുകയും മറ്റു ചിലരാൽ അനഭിമതരാവുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിനെതിരെ നടത്തുന്ന ഈ നിഴൽ യുദ്ധങ്ങൾ ഇതുവരെയും നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് എത്തിയിരുന്നില്ല. പക്ഷേ ഇസ്രായേലിനെയും അമേരിക്കയും സൗദി അറേബ്യയും വെല്ലുവിളിക്കുന്ന തലത്തിലേക്ക് എത്തിയിരുന്നു. സായുധ സംഘങ്ങളെ ഉപയോഗിച്ചുള്ള ഇത്തരം അക്രമങ്ങൾക്കൊപ്പം ഇറാന്റെ ആണവ പരിപാടികൾ, സുരക്ഷാ ഭീഷണി തുടങ്ങിയ കാരണങ്ങളാലുമാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിന്റെ ആക്രമണത്തിനിരയായത്. ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത തരത്തിലാണ് പരമോന്നത നേതാവ് എന്ന പദവി ആയത്തുള്ള അലി ഖമനേയി കൈയാളിയത്. പ്രസിഡന്റുമാരെയും സൈന്യത്തെയും നിയമ സംവിധാനങ്ങളെയും പോലും ഖമനേയി അടക്കി ഭരിച്ചു. ആണവ സാങ്കേതിക വിദ്യയെ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്തതോടെ അത് ചുറ്റുമുള്ള രാഷ്ട്രങ്ങളെ അസ്വസ്ഥരാക്കി. ഇതാണ് ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ യുദ്ധം ചെയ്യുവാനുള്ള പ്രധാന കാരണമായി ലോക നേതാക്കൾ കാണുന്നത്.